വെൽക്കം ടു കാസ്മാറ്റിക്. ഇന്ന് ഞാനുള്ളത് തൃശ്ശൂരുള്ള ഗാരൻ പ്ലേ അറീനയിലാണ്. ഇവിടെ കേരളത്തിൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് ഗോകാ ട്രാക്കുള്ള സ്ഥലമാണ്. നിങ്ങൾ വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു മസ്റ്റ് പ്ലേസാണ്. 2008 ഡിസയർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. അന്ന് സ്വിഫ്റ്റ് ഡിസയർ എന്നുള്ള ബാഡ്ജിങ്ങിലാണ് ഈ വാഹനം പുറത്തിറങ്ങിയത്. 2008 ഈ വാഹനം ഇറങ്ങുമ്പോൾ ഈ സെഗ്മെൻറ്റിൽ കോമ്പാക്ട് സെഡാൻ സെഗ്മെൻറ്റിലെ ആദ്യത്തെ വാഹനമായിരുന്നു. അതുകൂടാതെ ഒരുപാട് മത്സരാർത്ഥികളും ഉണ്ടായിരുന്നു. മാരുതി ഡിസയർ ഇന്ന് 27 ലക്ഷം വാഹനങ്ങളാണ് ഇന്ന് ഇന്ത്യയിൽ വിറ്റഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വാഹനത്തിൻ്റെ ജനകീയത. വ്യത്യസ്തമായൊരു ഡിസൈൻ കോൺസെപ്റ്റ് തന്നെയാണ് പുതിയ ഡിസയർ. ഫ്രണ്ട് ഫേഷ്യ, ഫ്രണ്ട് ഗ്രിൽ, ഫ്രണ്ട് ഹെഡ്ലൈറ്റ്സ് വിത്ത് DRLs. ഒരു പ്രീമിയം വാഹനത്തിൻ്റെ മുൻവശം തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എനിക്ക് ഈ വാഹനത്തിൽ ഏറ്റവും കൂടുതൽ ഫ്രണ്ട് ഫേഷ്യയിൽ ഇഷ്ടമായത് ഈ വാഹനത്തിൻ്റെ ഗ്രില്ലാണ്. ആ ഗ്രില്ലിന് അത്രയധികം പ്രോമിനൻസ് ഉണ്ട്, കുറച്ച് വൈഡറാണ്. ഭാവിയിൽ നമുക്ക് ടയോട്ട ബാഡ്ജിങ്ങിൽ വരാനുള്ളത് കൊണ്ടായിരിക്കാം ഒരു ചെറിയ ടയോട്ട ടച്ചും കൂടിയും ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ കാണാം. എക്സ്റ്റീരിയർ പോലെ തന്നെ വാഹനത്തിൻ്റെ എൻജിനിലും ഗിയറിലും എല്ലാം തന്നെ മാറ്റം വന്നിരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന വാഹനം പുതിയ Z12E കോഡ് നെയിംഡ് ആയിട്ടുള്ള 3 സിലിണ്ടർ നേച്ചുറൽ ആസ്പിറേറ്റഡ് എൻജിനാണ്. ഈ എൻജിൻ്റെ പവർ വന്നിട്ട് 82 PS പവറാണ്. 5300 RPM അത് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 112 Nm ടോർക്ക് ഈ വാഹനത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പുതിയ 4th ജനറേഷനിൽ വന്നിട്ടുള്ള എൻജിൻ സൈഡിലെ മാറ്റം പുതിയ Z12V തന്നെയാണ്. Z12V മൊത്തത്തിൽ വാഹനത്തിൻ്റെ ആ ഒരു പെർഫോമൻസിനെയും അതുപോലെ തന്നെ എക്കണോമിനെയും കൂടുതൽ ഊന്നൽ നൽകിയിട്ടാണ് മാരുതി പുറത്തിറക്കിയിട്ടുള്ളത്. പുതിയ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഷോൾഡർ ലൈൻ മുതൽ വാഹനത്തിൻ്റെ ആ ഡിസൈൻ കോൺസെപ്റ്റ്. ഇപ്പോൾ നമുക്കിവിടെ പ്രത്യേകിച്ച് നോക്കിയാൽ കാണാം ഈ ഒരു കർവ് അത് വളരെ പ്രോമിനൻ്റ് ആണ്. ഡ്രാഗ് കോഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അത് അത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് ഡിസൈൻ എലിമെൻ്റ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയർ സൈസ് വന്നിട്ട് 185, 65, 15 അതോടുകൂടിയ ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസും പുതിയ രീതിയിൽ നിർമ്മിച്ച ഒരു അലോയ് വീൽസ്. എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. പുതിയ ഡിസയറിൻ്റെ ഏറ്റവും വലിയ മാറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ബാക്കിലെ റൂഫ് ഡിക്കിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ളത്. അതിമനോഹരമായിട്ട് ആ സ്വിഫ്റ്റിൻ്റെ ഡിസൈൻ ആംഗിളിൽ നിന്ന് വ്യത്യസ്തമായി അതിഗംഭീരമായി നിർമ്മിച്ചെടുത്ത ഒരു വാഹനം തന്നെയാണ് പുതിയ ഡിസയർ. എങ്ങനെയുണ്ട് പുതിയ ഡിസയറിൻ്റെ ബാക്ക് സൈഡ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ടെയിൽ ലൈറ്റ്സിൻ്റെ ഡിസൈനാണ്. ആ ട്രിപ്പോസോഡ് ഡിസൈൻ അതിമനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ആ ഒരു സ്പോയിലർ, ലിപ്പ് സ്പോയിലേഴ്സ് വളരെയധികം വാഹനത്തിൻ്റെ ആ ഡിസൈൻ ലാംഗ്വേജിനോട് ഇഴുകി ചേരുന്നുണ്ട്. ബൂട്ട് സ്പേസ് 382 ലിറ്ററാണ് ബൂട്ട് സ്പേസ്. പഴയ ഡിസയറിനെ ഉപേക്ഷിച്ച് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഈ രണ്ട് സൈഡിലുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി കൂടുതൽ സ്പേസ് നൽകിയിട്ടുണ്ട്. പുതിയ ഡിസയറിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 3995 mm. ഈ വാഹനത്തിൻ്റെ ഹൈറ്റ് വന്നിട്ട് 1525 mm. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 1735 mm. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ട് 163 mm. പുതിയ ഡിസയറിൻ്റെ വില ആരംഭിക്കുന്നത് 6,79,000 രൂപ മുതലാണ്. ഈ വാഹനത്തിന് പ്രധാനമായി 4 വേരിയൻറ്റുകളാണ് വരുന്നത്. LXI, VXI, ZXI, ZXI Plus. അങ്ങനെ അതുകൂടാതെ CNG വേരിയൻറ്റും ഈ വാഹനത്തിന് വരുന്നുണ്ട്. ഇതിൽ ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ്. അങ്ങനെ മൊത്തം 9 വേരിയൻസാണ് ഈ വാഹനത്തിൽ വരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു ഫാമിലിക്ക് അനുയോജ്യമായ വാഹനം എടുക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു VXI വേരിയൻ്റ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് വാഹനം. ഞാൻ പുതിയ ഡിസയറിൻ്റെ ഇൻറ്റീരിയറിലാണുള്ളത്. കംഫർട്ടബിളാണ്, റിച്ചാണ്, മൾട്ടി കളേർഡാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ. ബീജ് ആൻഡ് ബ്ലാക്ക്. അതൊരു പ്രീമിയം ഫീൽ തന്നെ വാഹനത്തിന് നൽകുന്നുണ്ട്. 9 ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇതിലൊരു
പുതിയ ഫീച്ചറാണ് എന്നെ കൗതുകമായിട്ടുള്ളത്. ഇതേവരെ മാരുതിയുടെ ഒരു ഇതിലും ഈ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. TPMC, അതായത് ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം. അതിൽ വ്യക്തമായ റീഡിങ് നമുക്ക് കാണാം. ഫ്രണ്ടിൽ 196 kPa, 192 രണ്ട് ഇതിൽ, 205 റിയർ ലെഫ്റ്റ്, 196 റിയർ റൈറ്റിൽ. അപ്പോൾ ഇതൊക്കെ ഒരു പ്രീമിയം കാറിൽ വരുന്ന ഫീച്ചറാണ്. അതൊക്കെ ഇപ്പോൾ നമുക്ക് ഒരു സാധാരണ കാറിൽ അവൈലബിൾ ആക്കി മാരുതി നൽകി കഴിയും. നമ്മുടെ സ്വിഫ്റ്റിൻ്റെയൊക്കെ ആ സെയിം ടൈപ്പ് സ്റ്റിയറിംഗ് വീലാണ്. ഫ്ലാറ്റ് ബോട്ടാണ്. അതുപോലെ തന്നെ ടെലിസ്കോപ്പിക് അല്ല, ടിൽറ്റബിളാണ്. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും. വോളിയം കൺട്രോൾ ഇവിടെ നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും. ഈവൻ മ്യൂസിക് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ 2 ആരോ ബട്ടൺ ഉണ്ട്. അതനുസരിച്ച് നമുക്ക് മ്യൂസിക് മാറ്റാനും പറ്റും. പിന്നെ ഒരു വയർലെസ് ചാർജർ ഇവിടെ നമുക്കിവിടെ താഴെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ USB പോർട്ടുകൾ ഇവിടെ താഴെ നൽകിയിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ സോക്കറ്റ് ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഗിയർ ബോക്സാണ് ഇവിടെ വരുന്നത്. 5 സ്പീഡ് AGS ഗിയർ ബോക്സാണ് ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത്, അഥവാ AMT ഗിയർ ബോക്സാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത, സാധാരണ ഞാൻ കണ്ടുവന്നിരുന്ന വാഹനങ്ങളെ ഉപേക്ഷിച്ച് ഈ വാഹനത്തിൻ്റെ റിവേഴ്സ് സിസ്റ്റമാണ് ഏറ്റവും കൗതുകം. റിവേഴ്സ് ഫ്രണ്ടിലോട്ടാണ് വരുന്നത്. അത് മാരുതി വളരെ ബുദ്ധിപൂർവ്വം ചെയ്തിട്ടുള്ളതാണ്. കാരണം അറിയാതെ പ്രത്യേകിച്ച് ഇതിൻ്റെ ആ ഒരു ഷിഫ്റ്റ് വളരെ ഈസി ആയതുകൊണ്ട് തന്നെ റിവേഴ്സിലേക്കൊക്കെ വന്ന് വീഴാനും അപകടങ്ങൾ സംഭവിക്കാനും സാഹചര്യമുള്ളതിനാൽ അത് മുമ്പിലേക്കാക്കി എന്നുള്ളതാണ്. അതൊരു സ്പെഷ്യൽ ഫീച്ചറാണ് ഈ വാഹനത്തിൻ്റെ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്കിൻ്റെ താഴെയായിട്ട് അത്യാവശ്യം സാധനങ്ങൾ വയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എൻ്റെ ഡ്രൈവർ സൈഡിൻ്റെ സൈഡിൽ തന്നെ നമുക്കിവിടെ ബാക്ക് സൈഡിൽ 2 USB പോർട്ടുകളിലൂടെ നൽകിയിട്ടുണ്ട്. നമുക്കിവിടെ ക്ലൈമറ്റിക് കൺട്രോൾ ഓട്ടോമാറ്റിക് AC ആണ് വരുന്നത്. അത് ടോഗിൾ സ്വിച്ചോട് കൂടിയിട്ടാണ് വരുന്നത്. എനിക്ക് ഒരിക്കലും ടച്ച് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. നമുക്ക് എന്ത് സാധനം ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ടോഗിൾ സ്വിച്ചസ് വേണം. ടോഗിൾ സ്വിച്ചസ് വേണമെന്നുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതിൽ ടോഗിൾ സ്വിച്ചസ് എല്ലായിടത്തും ഉണ്ട്. ഡീഫോഗർ തൊട്ട് നമ്മുടെ AC ഫങ്ഷനിങ് തൊട്ട് എല്ലാത്തിനും ഒരു ടോഗിൾ സ്വിച്ചസ് ആണ് നൽകിയിട്ടുള്ളത്. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അതുപോലെ തന്നെ AC വെൻസിലൊക്കെ തന്നെ ഒരു പ്രീമിയം ഫീല് നൽകിയിട്ടുണ്ട്. ഡാഷ്ബോർഡ് മൾട്ടി ലെയേർഡ് ഡാഷ്ബോർഡാണ്, മൾട്ടി കളേർഡ് ഡാഷ്ബോർഡാണ്. അതുപോലെ തന്നെ ഒരു വുഡൻ സാൻഡൽവുഡ് ഫീലോട് കൂടിയിട്ട് സെൻട്രൽ കൺസോളിൽ സെൻട്രൽ ഏരിയ വളരെയധികം ഭംഗിയായി റാപ്പ് ചെയ്ത് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ബീജ് ഇൻറ്റീരിയേഴ്സ് അത്യാവശ്യം നല്ല ഒരു ഫീല് വാഹനത്തിൽ കയറുമ്പോൾ നൽകുന്നുണ്ട്. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ പുതിയ ഡിസയറിലെ ഏറ്റവും വലിയ ഒരു ഫീച്ചർ മാരുതി നൽകിയിട്ടുള്ളത് സൺ റൂഫാണ്. സൺ റൂഫ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാന്നുള്ളത് നമുക്കിവിടെ കാണാം. ഞാനിവിടെ ഓപ്പൺ ആക്കുകയാണ്. ചെറിയ സൺ റൂഫാണ്, ഈസി ടു ഓപ്പറേറ്റ്. അതുപോലെ തന്നെ അത് അടച്ചു വയ്ക്കാൻ ഒരു മാനുവലി നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ ക്ലിയറാണ്. മറ്റൊരു ഫീച്ചർ ഈ വാഹനത്തിൻ്റെ 360 ഡിഗ്രി ക്യാമറയാണ്. ക്യാമറ എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് സിറ്റി ഡ്രൈവിലൊക്കെ നമുക്ക് ഏറ്റവും അധികം യൂസ്ഫുള്ളാണ്. ഏത് രീതിയിൽ ഏത് ആംഗിളിലും നമുക്കതിനെ ഷഫിൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് 360 ഡിഗ്രി ഇതേ ഫുള്ള് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടുള്ള സീനാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതിൽ ബ്രൈറ്റ്നെസ് കൂട്ടാനും അതിൻ്റെ കോൺട്രാസ്റ്റ് കൂട്ടാനൊക്കെയുള്ള സാഹചര്യങ്ങൾ, ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ, ടിൻ്റ് എല്ലാം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇവിടെ നമുക്ക് വണ്ടിയിൽ ഉള്ളിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഈ വാഹനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൈ സപ്പോർട്ടും അതുപോലെ തന്നെ ഹെഡ് റൂമും അതുപോലെ തന്നെ നീ റൂമും ലെഗ് റൂമും ആവശ്യത്തിനധികമുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു സബ് കോമ്പാക്ട് സെഡാൻ എന്ന രീതിയിൽ അതിനെ വളരെ ഒരു സ്പെഷ്യൽ കെയറോടുകൂടി കാണേണ്ടതാണ്. കാരണം ഈ സ്പേസ് അവർ വളരെയധികം ഉപയോഗിച്ചിട്ടുണ്ട് ഫ്രണ്ട് സൈഡിലേക്ക്. മനോഹരമായൊരു മ്യൂസിക് സിസ്റ്റം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 6 സ്പീക്കർ സിസ്റ്റമാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഏതൊരു ഡിസയർ ഓണറും എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമാണ് വാഹനത്തിൻ്റെ ബാക്ക് സീറ്റ്. ആവശ്യത്തിനുള്ള തൈ സപ്പോർട്ടേ ഉള്ളൂ, എന്നാൽ വേണ്ടത്ര ലെഗ് റൂമും നീ റൂമും ഹെഡ് റൂമും നൽകിയിട്ടുണ്ട്. ഇരിക്കാനുള്ള പൊസിഷൻ വളരെ, ആ ബാക്ക് സീറ്റിൻ്റെ എലിവേഷൻ വളരെ പെർഫെക്റ്റാണ്. അത് നമുക്ക് ലോങ് ഡ്രൈവിൽ നമുക്കത് വളരെയധികം, ട്രാവലിൽ നമുക്കത് വളരെയധികം ഗുണം ചെയ്യും. പിന്നെ അത് മാത്രമല്ല, നമുക്കിവിടെ
ഹാൻഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട്, 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്കിൽ 2 AC വെൻസ് നൽകിയിട്ടുണ്ട് 2 പാസഞ്ചേഴ്സിനും. അതുപോലെ തന്നെ അതിന് അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ 2 USB ചാർജേഴ്സ് ഇവിടെ നൽകിയിട്ടുണ്ട് ബാക്ക് സീറ്റിൽ പാസഞ്ചറിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ബാക്ക് സീറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാമ്പാണ്, റീഡിങ് ലാംപ്സ്. അതൊക്കെ വളരെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു റിച്ച് വാഹനം എന്നുള്ള നിലയ്ക്ക് അതിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ പുതിയ ഡിസയറിൻ്റെ ഡ്രൈവ് സ്റ്റോറിയിലാണ്. വാഹനം ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം പുതിയ 3 സിലിണ്ടർ എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റാണ്. ഹാറ്റ്സ് ഓഫ് ടു മാരുതി സുസുക്കി, സൂപ്പർ. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ലോ എൻഡ് ടോർക്ക് സാധാരണ ഒരു 4 സിലിണ്ടറിന് കിട്ടുന്നതിനേക്കാൾ ഒരു പൊടി കൂടുതൽ, പ്രത്യേകിച്ച് ലോ എൻഡ് ടോർക്ക് ഈ വാഹനത്തിന് കൂടുതൽ കിട്ടുന്നുണ്ട്. നമുക്ക് വളരെ പെപ്പിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുവെ 3 സിലിണ്ടർ എഞ്ചിന് വരുന്ന ആ ഒരു കുടച്ചിലോ ഷാറ്ററിങ്ങോ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിലില്ല. അപ്പോൾ മാരുതി അത് എൻജിനീയറിംഗ് സൈഡിൽ പുതിയ Z12E എൻജിൻ വളരെയധികം റിഫൈൻ ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു വലിയ പ്ലസ് പോയിൻ്റാണ്. പ്രത്യേകിച്ച് ഒരു 3 സിലിണ്ടർ കോംപ്രമൈസ് എൻജിൻ വരുമ്പോൾ പൊതുവേ എല്ലാവരും ആകാംക്ഷയോടെ ക്രിട്ടിസൈസ് ചെയ്യാനിരിക്കുന്നത് വാഹനത്തിൻ്റെ ആ എൻജിൻ്റെ ഷാറ്ററിങ് ആണ്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതൊരു വലിയ പോയിൻ്റാണ്. വെരി ഗുഡ്. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ റെസ്പോൺസ്, ആവശ്യത്തിനുള്ള സ്റ്റിയറിംഗ് റെസ്പോൺസ് വാഹനത്തിന് നൽകിയിട്ടുണ്ട്. അത്ര 100% എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു 70% മീതെ നമുക്ക് മാർക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സസ്പെൻഷൻ ഒരു സെമി സോഫ്റ്റ് സസ്പെൻഷനാണ്, അത്ര ഹാർഡല്ല, അതേസമയം വന്നാൽ അത്ര സോഫ്റ്റുമല്ല. പോത്ത് ഹോൾസൊക്കെ വളരെ ഭംഗിയായി പോകുന്നൊരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിലെ സീറ്റ് പൊസിഷൻ, ഇപ്പോൾ ഈ വാഹനം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ZXi പ്ലസ് AGS വേരിയൻ്റാണ്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റാണ്, സൺറൂഫുള്ള വേരിയൻ്റാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഉള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഹൈറ്റ് കൂട്ടാൻ പറ്റും. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് നമുക്ക് വളരെ സുഗമമായി തൈ സപ്പോർട്ട് വളരെയധികം നൽകിക്കൊണ്ട് ഡ്രൈവറെ അസിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ലോ എൻഡ് സൈഡിൽ നിന്ന് തന്നെ നമുക്ക് വളരെ അനായാസം എടുത്തു പോകാൻ സാധിക്കും. പ്രത്യേകിച്ച് സിറ്റി കമ്മ്യൂട്ടേഷനാണ്. ഇപ്പോൾ ഒരു സിറ്റിയിലേക്ക് ഒരു ഫാമിലി പോകുന്നൊരു സാഹചര്യമാണെങ്കിൽ വളരെ പെർഫെക്റ്റായിട്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ലാതെ പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു വൈബ്രേഷൻസോ നോയ്സോ ഒന്നും തന്നെ ഇല്ല. ഈവൻ ഡാഷ്ബോർഡിൽ നിന്നോ ബാക്കിൽ നിന്നോ ഒരു സ്ഥലത്തു നിന്നില്ല. വളരെ പെർഫെക്റ്റാണ്, റിഫൈൻഡാണ്, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ 5 സ്റ്റാർ റേറ്റിങ്ങിൻ്റെ സേഫ്റ്റി 5 സ്റ്റാർ റേറ്റിങ്ങിൻ്റെ ആ ബിൽഡ് ക്വാളിറ്റി വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വാഹനം പ്രത്യേകിച്ച് ZXi പ്ലസ് AGS വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ സൺറൂഫ് ഉണ്ട്. സൺറൂഫ് ഓപ്പൺ ചെയ്യുന്നതും അതിൻ്റെ ഒരു ഫീൽ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഒരു റിച്ച് ഫീൽ തന്നെയാണ്. പ്രത്യേകിച്ച് ലൈറ്റ് ഉള്ളിലേക്ക് വരുമ്പോൾ ആ ബീജ് ഇൻറ്റീരിയർ എടുത്ത് കൂടുതൽ ഗ്ലോ ചെയ്യുന്നൊരു ഫീലാണ്. അത് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഫീല് കൂടുതൽ വെണ്മയാക്കും. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ ഈ വാഹനത്തിൻ്റെ എക്കോണമിയാണ്, ഫ്യൂൽ എക്കോണമി. ആ ഫ്യൂൽ എക്കോണമി നമുക്ക് പല റൂട്ടിലും നമ്മൾ സിറ്റിയിലും അതുപോലെ തന്നെ തൃശ്ശൂർ എറണാകുളം റൂട്ടിലെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഹൈവേസിൽ നമുക്ക് ഓൾമോസ്റ്റ് 18.8 19 വരെ ടച്ച് ചെയ്തു. അതുപോലെ തന്നെ ടൗണിലാണെങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു 14.5 14.7 ആ റേഞ്ചിൽ നമുക്ക് മൈലേജ് നൽകുന്നുണ്ട്. അതൊരു പെട്രോൾ കാറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ്. കമ്പനി പറയുന്നത് 24.75 കിലോമീറ്ററൊക്കെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് അറ്റൈൻ ചെയ്യുമെന്ന് തന്നെയാണ്. കാരണം വളരെ റിഫൈൻഡാണ്, വളരെ സൂക്ഷിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ അതിലും കൂടുതൽ മൈലേജ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ വാഹനത്തിന് വേണ്ടത്ര മൈലേജും വേണ്ടത്ര പെർഫോമൻസും കൂടി ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു കംപ്ലീറ്റ് ഫാമിലി പാക്കേജാണ് മാരുതി നൽകിയിട്ടുള്ളത്. പുതിയ ഡിസയറിൻ്റെ വിശേഷങ്ങൾ ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ വാഹനം മാരുതിയുടെ ആദ്യത്തെ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വാഹനമാണ്. അതുപോലെ തന്നെ
ചൈൽഡ് സേഫ്റ്റിയിൽ 4 സ്റ്റാർ റേറ്റിംഗും ഉണ്ട്. അത് സേഫ്റ്റിയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. പിന്നെ അതുപോലെ തന്നെ 6 എയർ ബാഗ്സ് ഈ വാഹനത്തിൽ ഇൻബിൽഡാണ് എല്ലാ വേരിയൻസും. അതും ഒരു എഡീഷണൽ ഫീച്ചർ തന്നെയാണ്. പിന്നെ ഈ വാഹനത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു പെർഫെക്റ്റ് ഫാമിലി കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിപ്പിക്കാം. വാഹനത്തിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വലിയൊരു പെർഫോമൻസ് ഈ എൻജിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല, 3 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ. പക്ഷേ അതേസമയം ആവശ്യത്തിനുള്ള പവറും ഈ വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട്. അത് ഒരു മികച്ച എക്കോണമിയോട് കൂടിയിട്ടാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഞങ്ങൾ ഈ വാഹനം എറണാകുളം തൊട്ട് തൃശ്ശൂർ വരെയും തൃശ്ശൂർ തൊട്ട് എറണാകുളം വരെയും ഞങ്ങൾ മൈലേജിന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് 18.8 കിലോമീറ്ററാണ്. അതിലും കൂടുതൽ കിട്ടാനാണ് സാധ്യത. ഞങ്ങളുടെ മീറ്റർ റീഡിങ് അതാണ് പറഞ്ഞത്. പുതിയ ഡിസയർ തികച്ചും ഒരു ഫാമിലി കാറാണ്. ഒരു മിഡിൽ ക്ലാസ്സിന് വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും നല്ല റിച്ച് പ്രീമിയം കോമ്പാക്ട് സെഡാൻ. പുതിയ ഡിസയറിൻ്റെ ഈ എപ്പിസോഡ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡും വരും വരെ മീ ഡേവിസ് ചെറമ്മൽ സൈനിങ് ഓഫ് ഫ്രം കാസ്മാറ്റിക്.